ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 71 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 72-ാമത്തെ ശ്ലോകം നോക്കാം. കശ്ചിദേതത് ശ്രുതം പാർത്ഥ ത്വയേകാഗ്രേണ ചേതസാ കശ്ചിദജ്ഞാനസമ്മോഹ പ്രനഷ്ടസ്തേ ധനഞ്ജയ. പാർത്ഥ, ഹേ അർജുന, ഏതത്, ഇത്, അതായത് ഈ ഗീതാ തത്വങ്ങൾ, ഏകാഗ്രേണ ചേതസ, ഏകാഗ്രമനസ്സോടെ, ത്വയാ ശ്രുതം കശ്ചിത്, നീ പൂർണ്ണമായും ശ്രവിച്ചുവോ. ധനഞ്ജയ, അല്ലയോ അർജുന, തേ, നിൻ്റെ, അജ്ഞാനസമ്മോഹ, അജ്ഞാനം കൊണ്ടുള്ള മതിഭ്രമം, പ്രനഷ്ട കശ്ചിത്, പൂർണ്ണമായി ഇല്ലാതെയായോ. ഹേ അർജുന, ഈ ഗീതാതത്വത്തെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഏകാഗ്രമനസ്സോടെ നീ മുഴുവനായും ശ്രദ്ധിച്ചുവോ, ശ്രവിച്ചുവോ. ഹേ അർജുന, നിൻ്റെ അജ്ഞാനം കൊണ്ടുള്ള ആ മതിഭ്രമം പൂർണ്ണമായും ഇല്ലാതെയായോ. ഇതാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഇത്രയും എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് ചോദിക്കുന്നത് പോലെ ഭഗവാൻ അർജുനനോട് ചോദിക്കുകയാണ്. ഹേ അർജുന, ഞാൻ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ഏകാഗ്രമനസ്സോടെ ശ്രദ്ധയോടെ മുഴുവനും കേട്ടായിരുന്നോ, കേട്ടുവോ. ഇപ്പോൾ അജ്ഞാനത്തിൽ നിന്നുളവായ നിൻ്റെ മതിഭ്രമം, ഉത്കണ്ഠ, അത് പൂർണ്ണമായും ഒഴിഞ്ഞുപോയോ. തൻ്റെ വാക്കുകൾ പൂർണ്ണമായും അർജുനൻ ശ്രവിച്ചോ, അത് ശരിയായ കാഴ്ചപ്പാടിൽ തന്നെ മനസ്സിലാക്കിയോ എന്നെല്ലാം ഭഗവാൻ അറിയേണ്ടതുണ്ട്. സംശയത്തിൻ്റെ ലേശമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കുവാൻ ഭഗവാൻ സന്നദ്ധനാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. തൻ്റെ പ്രിയ ശിഷ്യനും സഖാവും ഭക്തനുമായ അർജുനന് അല്പം പോലും സംശയമോ ഉത്കണ്ഠയോ വിഷാദമോ ഉണ്ടാകാൻ പാടില്ല എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു. സംശുദ്ധമായ തെളിഞ്ഞ മനസ്സോടെ കർമ്മം ചെയ്യുവാൻ സന്നദ്ധനായോ എന്നാണ് ഭഗവാൻ അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞത് മുഴുവനും നീ പഠിച്ചുവോ എന്നല്ല ഭഗവാൻ ചോദിച്ചത്. പിന്നെയോ, ഞാൻ പറഞ്ഞതെല്ലാം നീ ശ്രദ്ധയോടെ കേട്ടുവോ എന്നാണ്. കേൾക്കുക എന്നതാണ് പ്രധാനം. ആദ്യം കേൾക്കണമല്ലോ. ശ്രദ്ധാപൂർവം ഏത് കാര്യവും ശ്രവിച്ചെങ്കിൽ മാത്രമേ അതിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്ര ഗഹനമായ വിഷയങ്ങൾ, അതിഗഹനമായ ആധ്യാത്മിക തത്വങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്. അത് ഒറ്റയടിക്ക് ഗ്രഹിക്കുക എന്നത് അത്ര എളുപ്പമല്ല. അത് ഭഗവാനും അറിയാം. അതുകൊണ്ട് ആദ്യം വേണ്ടത് ശ്രവണമാണ്. ശ്രദ്ധാപൂർവമുള്ള ശ്രവണം, കേൾക്കുക എന്നുള്ളത്. അപ്പം നമ്മിൽ പലർക്കും ഇപ്പോഴില്ലാത്തതും അതാണ്. ആരും പറയുന്നത് കേൾക്കുവാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. ആ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചെങ്കിൽ മാത്രമല്ലേ അതിലെന്താണ് ഉള്ളത് എന്നതിനെപ്പറ്റി ഒരു ധാരണയുണ്ടാകൂ. അപ്പോൾ ആദ്യം കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. ശ്രദ്ധാപൂർവം കേൾക്കുക. അപ്പോഴേ പറയുന്ന കാര്യത്തിനെപ്പറ്റി ഒരു ഏകദേശ ധാരണയുണ്ടാകൂ. ആ ധാരണയിൽ നിന്നാണ് മനനം ചെയ്യാനുള്ള താല്പര്യം ജനിക്കുന്നത്. കേട്ടത് കൊണ്ട് മാത്രം കാര്യം ഗ്രഹിക്കാൻ സാധ്യമല്ല. പിന്നെയോ, ആ കേൾവിയിൽ നിന്ന് ഒരു ധാരണയുണ്ടാക്കി ആ ധാരണയിൽ നിന്ന് നമ്മൾ സ്വയം മനനം ചെയ്യണം. അപ്പോൾ ആ മനനം ചെയ്യാനുള്ള താല്പര്യമുണ്ടാകണമെങ്കിൽ ശ്രദ്ധാപൂർവം കേൾക്കണം.
അങ്ങനെയാണ് അത് അറിവിലേക്ക് നയിക്കുന്നത്. ആണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് വേദവാക്യം. ശ്രദ്ധയുള്ളവന് മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ശ്രദ്ധാപൂർവം കേൾക്കുക എന്നതാണ് ആദ്യമായി ഉണ്ടാകേണ്ട കാര്യം. അതുകൊണ്ടാണ് ഭഗവാൻ ചോദിക്കുന്നത്, ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ഏകാഗ്രതയോടെ നീ കേട്ടുവോ അർജുന എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ കേട്ടെങ്കിൽ നിൻ്റെ ഉത്കണ്ഠയും അജ്ഞാനവുമെല്ലാം മാറിപ്പോകും. അങ്ങനെ നിൻ്റെ സംശയമെല്ലാം പൂർണ്ണമായും തീർന്നുവോ എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനനോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടിയായി അർജുനൻ പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.